ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധി സമാധിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 120-ാം ജന്മവാർഷികവും രാജ്യം ഇന്ന് സമുചിതമായി ആചരിച്ചു. സമ്പൂർണ്ണ ശുചിത്വത്തിനുള്ള പരിശ്രമത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമായാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ 10 വർഷം പൂർത്തിയാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിരന്തര പരിശ്രമം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത് ദൌത്യത്തെ അഭിനന്ദിച്ച് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ആഗോള സംഘടനകൾ, ലോകാരോഗ്യ സംഘടന, ലോകബാങ്ക്, ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങിയവയുടെ മേധാവിമാരാണ് പദ്ധതിയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സന്ദേശമയച്ചത്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉപകരിക്കണമെന്ന ചിന്തയാണ് സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരം പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താൻ എന്തൊക്കെ ശ്രമങ്ങൾ ഉണ്ടായാലും സർക്കാർ പിന്നോട്ടു പോകില്ല എന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ളവരുടെയും സഹകരണം ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വൈദ്യുതി മുടങ്ങി നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് KSEB നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരം നൽകാൻ ബോർഡ് ബാധ്യസ്ഥരാണെന്ന് മന്ത്രി പറഞ്ഞു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചു. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിനെ UN സെക്രട്ടറി ജനറൽ അപലപിക്കാത്തതാണ് വിലക്കിന് കാരണം. അതിനിടെ മേഖലയിലെ ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. സംഘർഷത്തിൽ സാധാരണക്കാർക്ക് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് UN രക്ഷാസമിതി യോഗത്തിൽ പറഞ്ഞു. ഇറാനിലേക്കുള്ള അനിവാര്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. നിലവിൽ ഇറാനിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിൽ 3% വർധന. ലോകത്തെ 7ാമത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമാണ് ഇറാൻ. കേരളത്തിൽ ഈ മാസം 6 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം. ICC വനിതാ 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് നാളെ ഷാർജയിൽ തുടക്കമാകും. ഈ മാസം 20 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 10 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. മറ്റന്നാൾ ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കിയിരിക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ താരപ്രചാരകർ പ്രചാരണത്തിനെത്തി. 90 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഈ മാസം 5-ന് നടക്കും. ഈ മാസം 8-നാണ് ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും വോട്ടെണ്ണൽ. പൂനെയിലെ ബൌധാൻ മേഖലയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ 3 പേർ മരിച്ചു. 2 പൈലറ്റുമാരെ, ഒരു എഞ്ചിനീയറെയുമാണ് കാണാതായത്. ഓക്സ്ഫോർഡ് ഗോൾഫ് കോഴ്സ് റിസോർട്ടിൽ നിന്ന് ജൂഹുവിലേക്കുള്ള യാത്രാമധ്യേയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഉപഹാരങ്ങളുടെ ഈ ലേലത്തിന്റെ തീയതി ഈ മാസം 31 വരെ നീട്ടി. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. നമാമി ഗംഗ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ഒരു മഹത്തായ ഉദ്ദേശം നിറവേറ്റാൻ ഈ ലേലത്തിൽ പങ്കെടുക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തും ലേലത്തിൽ പങ്കെടുക്കാം. പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ ആഗോള നേതാക്കളെയും വിദഗ്ധരെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള വേൾഡ് ഗ്രീൻ ഇക്കോണമി ഫോറത്തിന് ഇന്ന് ദുബായിൽ തുടക്കമായി. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര സഹകരണത്തെക്കുറിച്ചും നൂതനമായ പരിഹാരങ്ങളെക്കുറിച്ചും ചർച്ചകൾക്ക് ഫോറം വേദിയൊരുക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.